മിക്കവർക്കും തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പം ഡിഡ് യു യൂസ് ചെയ്യണോ ഹാവ് യു യൂസ് ചെയ്യണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് മാക്സിമം ഡെയിലി യൂസ് സെൻറ്റൻസസ് വെച്ച് തന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. സോ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പം നമ്മൾ ഡിഡ് യൂസ് ചെയ്താലും അവിടെ നമ്മൾ വേർബിൻ്റെ V1 ഫോം മാത്രം വേണം യൂസ് ചെയ്യാൻ. അതായത് ഏതൊരു വേർബാണെങ്കിലും അതിൻ്റെ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഹാവ് വരുമ്പം എപ്പോഴും വേർബ് V3 ഫോം ആയിരിക്കണം. വേർബ് ഫോംസ് V1, V2, V3 ഇത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അതായത് ഏത് വേർബാണെങ്കിലും 3 ഫോംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫിനിഷ് എന്ന വാക്ക് V1 ഫോമാണ് ഫിനിഷ്, V2 ഫോം ഫിനിഷ്ഡ് ആണ്, V3 ഫോം ഫിനിഷ്ഡ് ആണ്. ഇതേപോലെ തന്നെ ഇപ്പം ഗോ എന്നാണ് വേർബെങ്കിൽ അതിൻ്റെ V2 ഫോം വെൻറ്റ് ആണ്, V3 ഫോം ഗോൺ ആണ്. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് നീ നിൻ്റെ ഹോംവർക്ക് ചെയ്തു. ഇവിടെ ഹോംവർക്ക് ചെയ്യുക എന്നുള്ള ആക്ഷൻ സ്പെസിഫിക് ആണ് അല്ലേ? പക്ഷേ അത് എപ്പോൾ ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല, ചെയ്തോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ഡിഡ് യു യൂസ് ചെയ്താലും ഹാവ് യു യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാൻ ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക് എന്നും ചോദിക്കാം, ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക് എന്നും ചോദിക്കാം. രണ്ടിൻ്റെയും മീനിങ് നിൻ്റെ ഹോംവർക്ക് ചെയ്തോ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഡിഡ് യു വന്നപ്പം നമ്മൾ വേർബിൻ്റെ V1 ഫോമാണ് യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഹാവ് യു വന്നപ്പം വേർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്തത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഡിഡ് യു വരുമ്പം V1 ഫോം ആയിരിക്കണം, ഹാവ് വരുമ്പോൾ V3 ഫോം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചോദിക്കും? നീ അത് എഴുതിയെടുത്തോ? സോ ഇവിടെയും ആ ആക്ഷനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, എപ്പോൾ ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. അന്നേരം എങ്ങനെ ചോദിക്കാം? രണ്ട് രീതിയിലും ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കുന്നത്? അത് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് റൈറ്റ് ദാറ്റ് ഡൗൺ എന്നാണ്. സോ ഡിഡ് യു റൈറ്റ് ദാറ്റ് ഡൗൺ എന്ന് ചോദിച്ചാൽ നീ അത് എഴുതിയെടുത്തോ എന്നാണ്. ഇത് തന്നെ ഹാവ് യു വെച്ച് വരുമ്പം എന്ത് വ്യത്യാസം വരും? V3 ഫോം റൈറ്റിൻ്റെ റിട്ടേൺ ആണ്. ഹാവ് യു റിട്ടേൺ ദാറ്റ് ഡൗൺ, ഹാവ് യു റിട്ടേൺ ദാറ്റ് ഡൗൺ, അത് നീ എഴുതിയെടുത്തോ എന്നാണ് മീനിങ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റോറിൽ പോയോ എന്ന് ചോദിക്കണം. സോ ഈ രണ്ട് രീതിയിലും എങ്ങനെ ചോദിക്കാമെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുവാണ്. അതായത് നീ എന്തെങ്കിലും കാനഡയിൽ പോയിട്ടുണ്ടോ? അതായത് ഇന്നലെ പോയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പോയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പോയോ എന്നല്ല, നിൻ്റെ ഹോൾ ലൈഫിൽ എപ്പോഴെങ്കിലും നീ കാനഡയിൽ പോയിട്ടുണ്ടോ? അതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? അവിടെ എപ്പോഴും ഹാവ് യു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കും? ഹാവ് യു ബീൻ ടു കാനഡ, ഹാവ് യു ബീൻ ടു കാനഡ, അതായത് നീ കാനഡയിൽ പോയിട്ടുണ്ടോ? നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡിഡ് യു യൂസ് ചെയ്യാറില്ല, ഹാവ് യു ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് യു ബീൻ ടു കാനഡ. ഇനി എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എന്നെങ്കിലും എന്നുള്ള ഒരു അർത്ഥം വരണമെങ്കിൽ ഹാവ് യു എവർ ബീൻ ടു കാനഡ എന്ന് ചോദിക്കാം. ഹാവ് യു എവർ ബീൻ ടു കാനഡ, അതായത് നീ എപ്പോഴെങ്കിലും കാനഡയിൽ പോയിട്ടുണ്ടോ എന്ന് വരും. ഇനി നമുക്കിങ്ങനെ ചോദിക്കണം, നീ ന്യൂയോർക്ക് സന്ദർശിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെയും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ഹാവ് യൂസ് ചെയ്യണം, വേർബ് V3 ഫോം ആയിരിക്കണം. സന്ദർശിക്കുക എന്ന് പറയുന്നത് വിസിറ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ V3 ഫോം വിസിറ്റഡ് ആണ്. ഹാവ് യു വിസിറ്റഡ് ന്യൂയോർക്ക് സിറ്റി? ഇനി നമുക്കിങ്ങനെ ചോദിക്കണം, നീ ഇതിനു മുമ്പ് കൂണ് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്, എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ എങ്ങനെ ചോദിക്കും? ഹാവ് യു ആണ് യൂസ് ചെയ്യേണ്ടത്. കഴിക്കുക എന്നുള്ളത് ഈറ്റാണ്, അതിൻ്റെ V3 ഫോം ഈറ്റൺ ആണ്. അപ്പോൾ എങ്ങനെ വരും? ഹാവ് യു ഈറ്റൺ മഷ്റൂം ബിഫോർ, ഹാവ് യു ഈറ്റൺ മഷ്റൂം ബിഫോർ, അതായത് നീ മുമ്പ് മഷ്റൂം കഴിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ ടൈം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ സമയത്ത് ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കുകളില്ലേ, അതായത് ഇന്നലെ, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ വർഷം, ഇങ്ങനെ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കിങ്ങനെ ചോദിക്കണം, നീ ഇന്നലെ സിനിമ കണ്ടായിരുന്നോ? അല്ലെങ്കിൽ നീ ഇന്നലെ സിനിമ കണ്ടോ?
സോ ഇവിടെ ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയ കാര്യമാണ്. അവിടെ സമയം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ആ സമയത്ത് നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ കാണുക എന്നുള്ളത് വാച്ചാണ്. അപ്പോൾ സിനിമ കണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് യു വാച്ച് ദ മൂവി യെസ്റ്റർഡേ? ഡിഡ് യു വാച്ച് ദ മൂവി യെസ്റ്റർഡേ? സോ എപ്പോഴും ഡിഡ് യൂസ് ചെയ്യുമ്പോൾ വേർബ് V1 ഫോമിലായിരിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇനി നീ കഴിഞ്ഞ വീക്കെൻഡിൽ ഷോപ്പിങ്ങിന് പോയോ? അതെങ്ങനെ ചോദിക്കും? ഷോപ്പിങ്ങിന് പോകുക എന്ന് പറയുന്നത് ഗോ ഷോപ്പിംഗ് എന്നാണ്. സോ ഡിഡ് യു ഗോ ഷോപ്പിംഗ് ലാസ്റ്റ് വീക്കെൻഡ്? ഡിഡ് യു ഗോ ഷോപ്പിംഗ് ലാസ്റ്റ് വീക്കെൻഡ്? സോ ഇവിടെ ടൈം സ്പെസിഫൈ ചെയ്തത് കൊണ്ട് നമ്മൾ ഡിഡ് യു ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇപ്പം നമ്മളൊരു ട്രിപ്പിന് പോയി. അപ്പം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോദിക്കുവാണ്, നീ താജ്മഹൽ സന്ദർശിച്ചോ? സോ അവിടെ നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഡിഡ് യു വിസിറ്റ് ദ താജ്മഹൽ? അതായത് ആ ട്രിപ്പിൻ്റെ സമയത്ത് നിങ്ങൾ താജ്മഹൽ സന്ദർശിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മളൊരു എക്സ്പീരിയൻസിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഹാവ് യു എവർ വിസിറ്റഡ് ദ താജ്മഹൽ എന്ന് ചോദിക്കാം. സോ ഈ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്, നീ ഇന്നലെ പത്രം വായിച്ചോ? സോ ഇന്നലെ എന്നുള്ളത് സ്പെസിഫൈഡ് ആയതുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ട് ഡിഡ് യൂസ് ചെയ്യണം. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ? ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ? നീ ഇന്നലെ പത്രം വായിച്ചോ? ഇനി അടുത്ത സെൻറ്റൻസ്, നീ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റോ എന്ന് ചോദിക്കണം. ഇത് നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം, വൈകിട്ടായിരിക്കാം. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. സോ അവിടെ ഡിഡാണ് യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെ വരും? ഡിഡ് യു ഗെറ്റ് അപ്പ് ഏർലി ദിസ് മോർണിംഗ്? ഡിഡ് യു ഗെറ്റ് അപ്പ് ഏർലി ദിസ് മോർണിംഗ്? ഇന്ന് രാവിലെ എന്ന് പറയാനാണ് ദിസ് മോർണിംഗ് എന്ന് പറയുന്നത്. നേരത്തെ എന്ന് പറയാൻ ഏർലി. ഡിഡ് യു ഗെറ്റ് അപ്പ് ഏർലി ദിസ് മോർണിംഗ്? നീ ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റോ? ഇനി അടുത്ത സെൻറ്റൻസ്, നീ എൻ്റെ കസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സോ ഇവിടെ നമുക്കറിയാം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിക്കേണ്ടത്. സോ അവിടെ ഹാവ് യു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അതെങ്ങനെ ചോദിക്കും? മീറ്റ് എന്ന വാക്കിൻ്റെ V3 ഫോം മെറ്റ് ആണ്. സോ ഹാവ് യു മെറ്റ് മൈ കസിൻ ബിഫോർ എന്ന് വരും. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്. ഹാവ് യു മെറ്റ് മൈ കസിൻ ബിഫോർ? ഇനി നീ എപ്പോഴെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സോ ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ശ്രമിക്കുക എന്നുള്ളത് ട്രൈ ആണ്. അതിൻ്റെ V3 ഫോം ട്രൈഡ് ആണ്. ഹാവ് യു എവർ ട്രൈഡ് ടു പ്ലേ ആൻ ഇൻസ്ട്രുമെൻറ്റ്? ഹാവ് യു എവർ ട്രൈഡ് ടു പ്ലേ ആൻ ഇൻസ്ട്രുമെൻറ്റ്? അതായത് ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഹോൾ ലൈഫിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ എപ്പോഴെങ്കിലും എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ അവിടെ യു അല്ല വരേണ്ടത്, ഹാവ് ഐ എന്ന് വരും. ഹാവ് ഐ എവർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴെങ്കിലും എന്നാണ് മീനിങ്. ഇനി കള്ളം പറയുക എന്ന് പറയുന്നത് ലൈ എന്നാണ്. അപ്പോൾ അതിൻ്റെ V3 ഫോം ലൈഡ് ആണ്. ഹാവ് ഐ എവർ ലൈഡ് ടു യു? ഹാവ് ഐ എവർ ലൈഡ് ടു യു? അതായത് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ്, നീ അവനെ അവിടെ കണ്ടോ എന്ന് ചോദിക്കണം. അവിടെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കഴിഞ്ഞു പോയ എന്തോ ഒരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഡിഡ്. സോ ഡിഡ് യു സീ ഹിം ദെയർ? ഡിഡ് യു സീ ഹിം ദെയർ എന്ന് പറഞ്ഞാൽ നീ അവനെ അവിടെ കണ്ടോ എന്നാണ് മീനിങ്. ഡിഡ് യു സീ ഹിം ദെയർ? ഇനി ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസ്, നീ ചെടികൾക്ക് വെള്ളമൊഴിച്ചോ? സോ ഇവിടെ നമുക്കറിയാം എപ്പം ആണിത് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലും ചോദിക്കാം. സോ ചെടികൾക്ക് വെള്ളമൊഴിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത്? വാട്ടർ ദ പ്ലാന്റ്സ്. സോ നമുക്ക് ഡിഡ് യു വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു വാട്ടേർഡ് ദ പ്ലാന്റ്സ് എന്ന് ചോദിക്കാം. സോ ഇവിടെ വാട്ടർ എന്ന് പറയുന്നത് വെള്ളം എന്നുള്ളതും ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതിന് നമ്മൾ വാട്ടർ എന്ന് തന്നെയാണ് പറയുന്നത്, വാട്ടർ ദ പ്ലാന്റ്സ്.
അപ്പോൾ ഡിഡ് യു വാട്ടർ ദ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹാവ് യു വാട്ടേർഡ് ദ പ്ലാന്റ്സ്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിഡ് വരുമ്പോൾ എപ്പോഴും വെർബിൻ്റെ V1 ഫോം യൂസ് ചെയ്യുക, ഹാവ് വരുമ്പോൾ വെർബിൻ്റെ V3 ഫോം യൂസ് ചെയ്യുക. ഇനി നമ്മൾ ആ പറയുന്ന ആക്ഷൻ്റെ ആ പ്രവൃത്തി മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് എപ്പോൾ ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഹാവ് യൂസ് ചെയ്താലും ഡിഡ് യൂസ് ചെയ്താലും സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ ഒരു ടൈമാണ് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.